ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റില്ല അടിപൊളി ഡ്രിങ്ക്, ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റില്ല ഒരു കിഡിലൻ ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കക്കരിക്ക, കുക്കുംബറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കുംബർ ഇതുപോലെ പീസാക്കി തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്കരിക്കയുടെ തന്നെ വേറൊരു വേർഷൻ ഉണ്ടല്ലോ, ഹിയാർ എന്ന് പറയുന്നത്, അതാണെന്നുണ്ടെങ്കിൽ തൊലി കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ ഞാനൊരു 5-6 പുതിനയില ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കുരു പെട്ടാൽ അത് കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തു. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ വലുപ്പം കൂടി പോകണ്ട കേട്ടോ, ചെറിയൊരു പീസ് മതി, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, അപ്പോൾ ഞാനിവിടെ തണുത്ത വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത്, അപ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ എത്രയാണോ വേണ്ടതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ഇത് വേണം, നമുക്ക് ദാഹത്തിനനുസരിച്ചാണല്ലോ എത്ര വേണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു അരിപ്പിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ അരിച്ചെടുക്കാനുണ്ടാവും, നമ്മുടെ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ കക്കരിക്കയുടെ കുരുവൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഈ ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും അരിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുരുവിൻ്റെ ആ ഒരു ഭാഗം പോർഷനും ഇഞ്ചിയുടെ ചെറിയൊരിതും അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് സെർവ് ചെയ്ത് കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഡെക്കറേഷൻ ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രം ഗ്ലാസ്സിൻ്റെ ചുറ്റും കുറച്ച് നമ്മൾ കഴുകിയിട്ടുണ്ടായ ഗ്ലാസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിന് ചുറ്റും പഞ്ചസാര ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. ചുമ്മാ ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസ് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്, ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ല, അപ്പോൾ കൂടെയുള്ള ഒരു സ്ട്രോ കൂടെ നമുക്ക് ഓരോ ഗ്ലാസ്സിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.